BJP MLA വി മുരളീധരൻ കുട്ടികൾക്ക് മിഠായി കൊടുത്തതിൽ വലിയ കുറ്റമാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിഠായി ഡെസ്കിലിട്ട് കൊടുത്തു, കയ്യിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ വലിയ വാർത്ത വായിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വാർത്തയ്ക്ക് കാരണം എന്താണെന്ന് അരുൺകുമാർ പറയുന്നുണ്ട്. ന്യൂസിൻ്റെ സോഴ്സ് അത് ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റാണ്. ശിവൻകുട്ടി പറയുകയാണ്, ഇത് എന്താണ് സവർണ മേധാവിത്വമാണ്, ഇവന്മാരുടെ ഈ പൊട്ടത്തരം ഉണ്ടല്ലോ. ഇതുപോലൊരു വൃത്തികെട്ട ചിന്താഗതിയുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. വിഷം തുപ്പുന്ന ഒരാളാണ് ശിവൻകുട്ടി എന്ന് പറയുന്നത്. എന്തിനകത്തും വിഷം മാത്രം കണ്ടെത്തുന്നത് അത്ര വലിയ പാതകമാണോ സർ ഈ മുരളീധരൻ ഈ പറയുന്ന ഡെസ്കിൽ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇല്ലെങ്കിൽ മിഠായി വെച്ചു കൊടുത്തത്? അത് നമ്മൾ ഒരു പഴയ സംഭവം ഓർത്തിരിക്കണം. 2021 ജാനുവരിയിൽ സംസ്ഥാന ഫിലിം അവാർഡ് ചടങ്ങ് നടക്കുക തിരുവനന്തപുരത്ത്. അന്ന് അവാർഡ് കിട്ടിയ അവാർഡ് വിന്നേഴ്സിന് അത് നേരിട്ട് നൽകാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്ഥലത്തെത്തി. ആ അവാർഡൊന്നും തന്നെ വിജയൻ ആരുടെയും കയ്യിൽ കൊടുത്തില്ല. എല്ലാവർക്കും അവാർഡ് മേശപ്പുറത്ത് വെച്ച് കൊടുക്കുക ചെയ്തത്. നമ്മുടെ അമ്പലങ്ങളിൽ ചില പൂജാരിമാരില്ലേ, താഴ്ത്താണല്ലോ വെച്ച് കൊടുക്കണം, അതേപോലെ ഈ വിജയൻ സ്വാമി അവാർഡ് ഒക്കെ താഴ്ത്ത് വെച്ച് കൊടുത്തു. അതിനെക്കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ പറഞ്ഞത് കോവിഡ് പകരുന്നു വിചാരിച്ചിട്ടാണ്. ഈ വന്നവർ മുഴുവൻ കോവിഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത്, അവർക്കാർക്കും കോവിഡില്ല. പിന്നെ വിജയനെ കോവിഡ് പിടിക്കില്ല എന്നുള്ളൊരു ഉറപ്പല്ലേ, കാരണം കോവിഡ് ചത്തുപോകും അല്ലേ. വിജയനെ പേടിയാ, ഒരുമാതിരി സൂക്കേട് ആയിക്കൂടി, ഒരു ഗതിയില്ലാണ്ടാണ് എന്തോ ഒരു അസുഖം കയറി പിടിച്ചിട്ട് മറ്റേ അത് തന്നെ അദ്ദേഹം അമേരിക്ക കൊണ്ടുപോയി സംഗതിയൊക്കെ ശരിയാക്കി. ഇനി ഒരാ അസുഖം അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി പോവില്ല. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിത്തിൻ അനദർ 5 or 6 months ഏതൊക്കെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴോ ഞാൻ തോന്നുന്നു ഈ എഴുത്തച്ഛൻ പുരസ്കാരം ഒരു അച്ചായന് കൊടുത്തു. ഈ അച്ചായന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ കാരണമുണ്ട്. പിണറായി വിജയനെ സ്തുതി എഴുതിക്കൊണ്ട് എല്ലാം എഡിറ്റ് പേജ് ആർട്ടിക്കിൾസ് എഴുതിയിരുന്നതാണ്. നിനക്കറിയാച്ചനാണ്, സ്കറിയാം തെറ്റി പറഞ്ഞ ആളാണ്. അതിന് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കയ്യിൽ കൊടുക്കുന്ന അവാർഡ്. അത് കുഴപ്പമില്ല. ഈ സിനിമാ താരങ്ങൾക്ക് അല്ല ചലച്ചിത്ര ടെക്നീഷ്യൻസിനൊക്കെ അവാർഡ് കൊടുക്കാൻ നേരത്ത് അദ്ദേഹം മേശപ്പുറത്ത് വെച്ചു കൊടുത്തു, തൊടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആർക്കും വിവാദം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ മുരളീധരൻ അവാർഡ് ചോക്ലേറ്റ്സ് മേശപ്പുറത്ത് വെച്ച് കൊടുത്ത് കുട്ടികളൊന്നും എടുത്തിട്ട് പൊക്കോട്ടെ എന്ന് കവർ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വീഴുന്നില്ല. സാധാരണ ചെയ്യണയാണ്. ഒരാൾക്ക് മാത്രമല്ലല്ലോ മിഠായി കൊടുക്കണം, എത്ര കുട്ടികളുണ്ടാവും, അവർക്ക് മുഴുവൻ ഇങ്ങനെ എന്താ പറയണ എറിഞ്ഞു കൊടുക്കുമോ അതല്ലെങ്കിൽ കൊടുക്കണ ശരിയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇത് ഒരു എന്താ ഡീസൻസി എന്ന് പറയുന്ന മേശപ്പുറത്ത് വെച്ച് കൊടുക്കും, കുട്ടികളോട് പറയും നിങ്ങൾ വന്ന് എടുത്തോളൂ എന്ന് പറയും. അവരെ ഇപ്പോൾ ഒരു MLA എന്നുള്ള രീതിയിൽ വന്ന് ഓരോരുത്തരും ഒന്ന് എടുത്തിട്ട് പോകും. പിന്നെ മുരളീധരന് പൊതുവെ എപ്പോഴും ദേഷ്യമാണല്ലോ, ആരോടും ചിരിക്കൊന്നുമില്ല മുരളീധരൻ, വളരെ റയറായിട്ടേ ചിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പേടി ഉണ്ടാവുമായിരിക്കും. ഈ വാർത്താ അവതാരകനൊക്കെ അങ്ങനെയുള്ള വല്ല ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. മുരളീധരനെ കണ്ട് ഇപ്പോൾ ചിരിച്ച് കാണും, അപ്പം മുരളീധരൻ ചിരിച്ച് കാണില്ലായിരിക്കും. അതൊക്കെ ആയിരിക്കും ഈ ദേഷ്യത്തിനുള്ള കാരണം. ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. കാണുമ്പോൾ TV അദ്ദേഹത്തിന് എന്തോ കടന്നൽ കുത്തിയ പോലെ മുഖം ഇരിക്കണം. അത് കുഴപ്പമില്ല. ദാറ്റ് ഡിപ്പെൻസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇയർ ടു ഇയർ ചിരിയും കൊണ്ട് കോൺഗ്രസ്സുകാരെ പോലെ അങ്ങനെയുള്ള ഒരു ചിരിയും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ നേച്ചറാണ് പ്രിയൻ. അതിപ്പോൾ നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. വ്യക്തിപരമായി എനിക്കറിയാന്നുള്ള ഞാൻ മുരളിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിട്ടുള്ള. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൈലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടത് മുഴുവൻ TV-ലെ ഞാൻ കണ്ടിട്ടുള്ളൂ. TV-ലാണ്. പിന്നെ ഈ കേരളത്തിലെ ഈ വൃത്തികെട്ട മാപ്രകളുടെ ചോദ്യം വാർത്ത മെറ്റീരിയൽ, പിന്നെ പടം കണ്ടപ്പോൾ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഇദ്ദേഹത്തിനൊന്ന് ചിരിക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ ഞാനിത് കണ്ടില്ല. ഇപ്പം എൻ്റെ അടുത്ത് പ്രിയൻ ഇത് പറഞ്ഞപ്പോഴും ഇപ്പം ഞാൻ മൊട്ടയുടെ വാർത്താ അവതരണം കണ്ടു കഴിഞ്ഞപ്പോഴാണ് യൂട്യൂബിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത്. മൊട്ടേനെ വാർത്താ അവതാരകനായിട്ടോ ജേർണലിസ്റ്റോ ആയിട്ടോ ഞാൻ കണക്കാക്കിയിട്ടില്ല. യൂസ്ലെസ് ക്യാരക്ടർ, യുനോ. എന്താ പറയുക, അയാൾക്ക് അയാളുടേതായ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട്, അത് പുഷ് ചെയ്യാനായിട്ടാണ് അയാൾ ശ്രമിക്കുന്നത്. പറയണത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ ഒന്നുള്ളത്, BJP-ക്കാർ എന്ത് ചെയ്താലും കുറ്റമാണ്. ഈ മാധ്യമ അല്ലെ മാപ്ര എന്ന് പറഞ്ഞവർക്ക് BJP-ക്കാർ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നടക്കുക. അത് ഒരാൾക്ക് നല്ലതാണ്. BJP വഴി തെറ്റാതിരിക്കും. ഒരു എപ്പോഴും എന്താ
ഈ BJP വഴിതെറ്റിപ്പോണ്ടോ എന്തെങ്കിലും ചെയ്യണ്ടോ. പിന്നെ എന്താ കുഴപ്പം, ഞാൻ നല്ലത് ചെയ്താലും അവർ കുറ്റേ പറയുള്ളൂ. നല്ലത് ചെയ്താലും അവർ കുറ്റേ പറയുള്ളൂ. മലയാളത്തിൽ ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത അച്ച് തൊട്ടതൊക്കെ കുറ്റം. കേട്ടിട്ടുണ്ടോ ഒരു പ്രോവർബ്? അപ്പം അതേപോലെയാണ് BJP ഇവർ കണക്കാക്കുന്നത്. ഇത് എന്തു പറ്റിയെന്ന് വെച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ ഇങ്ങനെ BJP അറ്റാക്ക് ചെയ്ത് ഇറ്റ് ബിക്കം എ വെരി ബിഗ് ഫോഴ്സ് ഇൻ ദ കൺട്രി. ഇപ്പം ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സ്വാതന്ത്ര്യം എല്ലാം കിട്ടി, ഇന്ത്യ അധികാരമൊക്കെ ജനാധിപത്യം അതിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി ജയിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി തെരഞ്ഞെടുപ്പിലൂടെ. പിന്നെ അവർക്ക് ചെയ്യാവുന്ന പട്ടാള വിപ്ലവമോ അല്ലെങ്കിൽ രക്തരൂഷിത വിപ്ലവമൊക്കെ നടത്താൻ അത് ഇന്ത്യയിൽ നടക്കുമെന്ന് തോന്നണില്ല. പിന്നെ അപ്പോൾ അവർ കണ്ടൊരു മാർഗമാണ് ഈ തന്ത്രപ്രധാനമായ പല പോസ്റ്റുകളിലും കമ്മ്യൂണിസ്റ്റുകാർ നുഴഞ്ഞു കയറി. അപ്പം അതിൽ ഒന്ന് ഈ സാംസ്കാരിക രംഗത്ത് മുഴുവൻ നുഴഞ്ഞു കയറി, അതിലും മീഡിയയിൽ നുഴഞ്ഞു കയറി. അപ്പം മീഡിയയിൽ നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ എല്ലാ ലെഫ്റ്റിസ്റ്റുകളാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോയി ഇടത്തട്ട നാരായണൻ എന്നൊക്കെ പറഞ്ഞ ആളുണ്ട്, അയാളൊക്കെ ഇടതുപക്ഷമാണ്. അപ്പോൾ അയാൾ കയറി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ അടുത്ത ഫ്രണ്ടായിട്ട് മാറി എന്നാണ് പറയണത്. നെഹ്റു അയാൾ ഒരുമിച്ചിരുന്ന് സ്കോച്ച് കഴിക്കാറുണ്ടെന്നാണ് MP നാരായണപിള്ള ലേഖനം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് നെഹ്റുവിനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണല്ലോ ഈ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനിടയായത്, ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ട്. വേറൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായിരുന്നു, ഒരു സ്പീക്കറോ മുൻ കേന്ദ്രമന്ത്രിയോ എന്തോ ആയിരുന്നു, ഒരു അയ്യങ്കാരുടെ മകനുണ്ടായിരുന്നു, G പാർത്ഥസാരഥി. ഗോപാലസ്വാമി അയ്യങ്കാരുടെ മകനാണ് G പാർത്ഥസാരഥി. നമ്മൾ TV കാണുന്ന പാർത്ഥസാരഥി അല്ല, ആള് എത്തുപോയി. G പാർത്ഥസാരഥി വയസ്സനാ, 90 വയസ്സായപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ അഡ്വൈസറായിരുന്നു അയാൾ. ഹി വാസ് എ കാർഡ് ഹോൾഡിംഗ് മെമ്പർ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അയാളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഇവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി തുടങ്ങിയത്, വിദേശ സഹായത്തോടു കൂടി. കാരണമുണ്ട്, അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ സെലക്ട് ചെയ്തിട്ട് മോസ്കോയിലേക്ക് അയക്കും. അവിടെ പോയിട്ട് പാട്രിക് ലുമുംബ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ പോയിട്ട് അവരെ അവിടെ നിന്നാണ് പണ്ടാറടങ്ങി കമ്മ്യൂണിസ്റ്റ് ആക്കിയിട്ട് തിരിച്ചു വിടുന്നത്. വയറ് നിറച്ച് വോഡ്ക മേടിച്ചു കുടിക്കും. അത് കഴിഞ്ഞ് എല്ലാം ഫ്രീ അല്ലേ, പിന്നെ പെണ്ണ് കള്ളിന് കള്ളിതാ. ഇപ്പം ഇവിടെ SFIക്കാർ കാട്ടിക്കൂട്ടനാണ് അവർ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ മോസ്കോക്കാർ വിടൂല കേട്ടോ അതിനകത്തോട്ട് പഠിക്കാനായിട്ട്. ഈ പാട്രിക് ലുമുംബ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും അറിയാം. അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് കുറേ ഇങ്ങനെയുള്ള അനാർക്കിസ്റ്റുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നമ്മൾ ഈ വിവരമില്ലാത്തവർ, ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരല്ല. അപ്പോൾ പറഞ്ഞാൽ ഈ പാട്രിക് ലുമുംബ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നു പേര് കൂടി പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാർ പേടിച്ചു പോകും. അപ്പം അങ്ങനെയാണ്. അപ്പം എന്നിട്ട് ഇവരിരുന്നിട്ട് പത്രമാധ്യമങ്ങളിലേക്ക് കയറിപ്പറ്റി എഡിറ്ററും സീനിയർ എഡിറ്ററും ന്യൂസ് എഡിറ്ററും സബ് എഡിറ്ററും ഒക്കെ ആയി അവരെ ആൻറ്റി ഹിന്ദുത്വ സ്റ്റോറീസ് പ്രചരണം നടത്തി. അങ്ങനെയാണ് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അവരുടെയൊക്കെ കൊച്ചുമക്കളും പിന്നെ കൊച്ചനിയന്മാരുമാണ് ഇപ്പോഴത്തെ മാധ്യമ രംഗത്തേക്കുള്ള. എല്ലാത്തിനെയും നോക്കിക്കോ, ഇടതുപക്ഷ ചായ്വല്ലേ. കേരളത്തിൽ ഏതെങ്കിലും ഒരു ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഏതെങ്കിലും പത്രപ്രവർത്തകനുണ്ടോ? വളരെ റെയർ വരുള്ളൂ. ഇപ്പം നമ്മുടെ സുനിലിനെ പോലുള്ളവരുണ്ട് ഒറ്റയാന്മാരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും ഈ പറഞ്ഞ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. കമ്മ്യൂണിസമാണ് അവരുടെ. കമ്മ്യൂണിസത്തെ പറ്റി അറിഞ്ഞിട്ടൊന്നുമല്ല. കമ്മ്യൂണിസം ഈസ് എ വേ ഓഫ് ലൈഫ് ഫോർ ദം. അവരെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. ഈ പറഞ്ഞ പോലെ പ്രകടനം നടത്തുമ്പോൾ പോലീസുകാർ ചീറ്റിക്കും, വെള്ളം കാനൺ കൊണ്ടുവന്ന് ചീറ്റിക്കും. അപ്പോൾ അതിനിടയിൽ പല കാര്യങ്ങളും നടക്കും. ഈ പറഞ്ഞ പോലെ ആർഷോമാരും ജെറോമുമാരും വിദ്യമാരും അങ്ങനെയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കും. അവർ ഈ പാരമ്പര്യം കെടാതെ അവർ മറ്റേ ഫോർ ഫാദേഴ്സ് കൊളുത്തി കൊടുത്ത ദീപശിഖ കെടാതെ സൂക്ഷിക്കുക വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കും. ഇത് BJP തിങ് ഈസ് ദ ബെറ്റർ യു ഇഗ്നോർ ഇറ്റ്. അതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പം ഞാൻ ഇത്രയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊരു ഇഷ്യൂവേ അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു വാർത്ത എനിക്ക് തോന്നുന്നു കേരളത്തിലെ പത്രങ്ങളൊന്നും എടുക്കൂല. പ്രിയനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ തന്നെ TV കാണൽ നിർത്തിയത്. അതായത് ഇവർ ഈ വാർത്താ ചാനലുകൾ ഈ അന്തിച്ചർച്ച, അടുപ്പുകൂട്ടി ചർച്ച, അന്തിച്ചർച്ച എന്നൊക്കെ പറഞ്ഞ് കുറേ ചർച്ച നടത്തും എല്ലാ ദിവസവും. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നവരെ കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയത്തെ പറ്റി പറയാനും
സിനിമയെ പറ്റി പറയാനും സാഹിത്യത്തെ പറ്റി പറയാനും സംസ്കാരത്തെ പറ്റി പറയാനും ചരിത്രത്തെ പറ്റി പറയാനും അണുശക്തിയെ പറ്റി പറയാനും ബഹിരാകാശത്തെ പറ്റി പറയാനും ഈ സ്ഥിരം ചർച്ചാ തൊഴിലാളികളേ ഉള്ളൂ. ഇതിനകത്ത് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത തെണ്ടികളാണ് ഈ ചർച്ചയ്ക്ക് വന്നിരുന്ന് പോച്ച അടിച്ചും പോണേ. ഇവരെന്തൊക്കെയോ പറയണു, കേട്ട് മറന്നു പോണു. ദാറ്റ്സ് ഓൾ. ഒരു വിവരമുള്ളവരാരും ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകില്ല. എനിക്കൊരു ഏരിയയിൽ വൈദഗ്ധ്യമുണ്ട്, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാം എന്നല്ലാണ്ട് എല്ലാ വിഷയത്തിലും വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ആവാനായിട്ട് കേരളത്തിലെ നല്ല ഒരു മനുഷ്യരുടെ ഒരിടത്തും സാധിക്കില്ല. ഇവിടെ കേരളത്തിലുള്ളവർ മുഴുവൻ ചർച്ചാ തൊഴിലാളികളാണ്. അവരവസാനം കാലക്രമേണ അന്തിചർച്ചാ തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ടാക്കി CIT ആയിട്ട് അഫിലിയേഷനൊക്കെ മേടിക്കും. അങ്ങനെ അവർക്ക് കാശൊക്കെ കിട്ടും. ശരിയാണ് സാർ. പക്ഷേ ഈ പറയുന്ന നമ്മുടെ അരുൺകുമാർ ഉണ്ടല്ലോ, റിപ്പോർട്ടറിൽ അരുൺകുമാറിന് പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. He is getting money from outside. ആരെങ്കിലും കൊടുക്കണ്ടാവും, ചില്ലറ വല്ലതും കൊടുക്കണ്ടാവും. ഒരു ദിവസം വൈകുന്നേരം ഇത്ര രൂപ BJP-നെ തെറി പറഞ്ഞാൽ ഇത്ര, RSS-നെ തെറി പറഞ്ഞാൽ ഇത്ര എന്നൊന്നും കൊടുക്കണ്ടാവും. അയാളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കേ വേണ്ട. He is not a journalist, he is a journalist and he is a propagandist. He is working for some anti-national force. That's all. അത് അയാളുടെ ഈ മൊട്ടത്തല കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ അയാളുടെ TV കാണുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരുൺകുമാർ എടുത്തിരിക്കുന്നത് സോഴ്സ്, ഈ ന്യൂസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിഠായി കൊടുത്തു, ഒരു പ്രശ്നവും കാണുന്നില്ല. ശിവൻകുട്ടിയെ പോലൊരു വിഷം കയറിയ ഒരുത്തനെ ഞാൻ ഈ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരു മാനസികമായ എന്തോ പ്രശ്നമുള്ള ആളല്ലേ. നമ്മൾ അദ്ദേഹത്തോട് കുറച്ച് ദയവ് കാണിക്കാൻ വേണ്ടത്. വർത്തമാനം പറയണെല്ലാം ശ്രദ്ധിച്ചിട്ടില്ല, ഇങ്ങനെ വിറച്ച് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടപ്പോൾ ആ നിയമസഭയിലേക്ക് എന്തൊക്കെയോ തല്ലിപ്പൊളിച്ച് കളഞ്ഞ ആളല്ലേ. വിദ്യാഭ്യാസം. ഞാൻ ഈ ശിവൻകുട്ടിയെ പറ്റി ആദ്യം കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിലാണ്. അതായത് ചെങ്കച്ചുകുളയ്ക്കകത്ത് തിരുവനന്തപുരം രാജാജി നഗർ എന്നറിയപ്പെടുന്നത്, അവിടെ CPM-ൻ്റെ ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ ഇവരുടെ ഭരണത്തിൻ്റെ മികവ് കൊണ്ട് അവിടുത്തെ നാട്ടുകാരെന്തോ ചോദ്യം ചെയ്തു. അപ്പോൾ ശിവൻകുട്ടി മുണ്ടും മടത്തി പറയുന്ന നിയമസഭയിൽ തുണിയൊക്കെ കാണിച്ചല്ലോ, അതിപ്പോൾ ഇങ്ങനെ നടന്ന പരിപാടി ഉണ്ടല്ലോ ഡെസ്കിൻ്റെ മണ്ടേ കൂടെ, അതുപോലെ നിന്നിട്ട് സ്ത്രീകളടക്കമുള്ളവരോട് ആക്രോശിക്കുകയാണ്. ശിവൻകുട്ടി അറിയാമല്ലോ, ശിവൻകുട്ടിയുടെ സ്വഭാവം അറിയാമല്ലോ, വിരൽ ചൂണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് പൊതുജനത്തിൻ്റെ അടുത്ത് എന്ത് ഗുണ്ടായുസവും കാണിച്ചിരുന്ന ഒരാൾ ഇന്ന് വന്നിട്ട് പറയുകയാണ് മിഠായി കൊടുത്തത് ശരിയായില്ല എന്ന്. ഇയാൾ ഭരിച്ച് നശിപ്പിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം. സകല വൃത്തിയിടം കാണിക്കുന്ന ഒരാൾ നിന്നിട്ട് പറയുകയാണ് മിഠായി കൊടുത്തത് ശരിയായില്ല. അയാൾ 5 വർഷം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു സംസ്ഥാനത്തിൻ്റെ. അയാൾ തുടക്കമിട്ട വിദ്യാഭ്യാസ പരിപാടികളുടെ എന്താണ് പറയുന്നത്, എക്കോ, അതല്ലെങ്കിൽ അതിനെന്താ പറയുക, വേവ്സ് ഇല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള 5 വർഷത്തേക്ക് ഈ പിള്ളേർ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെ പഠിച്ച പിള്ളേർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം അവരുടെ അമ്മാവനല്ലേ, ശിവൻകുട്ടി മാമൻ എന്നല്ലേ പിള്ളേർ, മന്ത്രിമാമൻ എന്നല്ലേ വിളിച്ചോണ്ടിരിക്കുന്നത്. എത്ര 15,900, 3,536 എന്നാണ് നമ്പർ പറയുന്ന ആളല്ലേ. അപ്പം അതിന് പറഞ്ഞ ഇപ്പോൾ വകുപ്പ് സെക്രട്ടറിനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അതൊക്കെ ഫിഗേഴ്സ് എഴുതി കൊടുക്കുമ്പോൾ മലയാളത്തിൽ എഴുതി തരണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറയും. ഇത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഇത് നോക്കിക്കോ, നാളത്തെ പത്രങ്ങളിലൊന്നും ഇത് വരാൻ സാധ്യതയില്ല. അതിനെക്കുറിച്ച് മിഠായി കൊടുത്തത് മേശപ്പുറത്ത് വെച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കുറ്റം പറയണ്ടേ, അതിനു വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ വേറൊരു വിഷയമുണ്ട്. അതിപ്പോൾ എന്താണ് പറയണേ, മാർക്സിസ്റ്റുകാർ പലപ്പോഴും വടി കൊടുത്ത് അടിമേടിക്കണമെന്ന് പറയില്ലേ, അതാണ് അവരുടെ അവർക്ക് എന്തൊക്കെയോ ഒരു ഹിഡൻ അജണ്ട ഉണ്ട്. ഈ രാജ്യത്ത് മുഴുവൻ കലാമിറ്റിയും എന്താ പറയുന്നത് അനാർക്കിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ചിന്ത. അപ്പോൾ അവർ നോക്കി നടക്കുകയാണ്. BJP-നെ അവർക്ക് പേടിയാണ്. കാരണം ജനങ്ങൾക്ക് എന്താണ് സത്യം, എന്താണ് കമ്മ്യൂണിസം, എന്താണ് മാർക്സിസം എന്താണെന്ന് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇവിടെ ഒരു വോട്ട് പോലും കിട്ടുമല്ല. ബംഗാളിൽ പറ്റിയ പോലെയാവും, ത്രിപുരയിൽ പറ്റിയ പോലെയാവും അവർക്ക്. ഇപ്പം ഇന്ത്യയിലെ എല്ലാ നിയമസഭകളിലെയും മറ്റേ MLA-മാർ ഒരുമിച്ച് വേണമെങ്കിൽ യാത്രയാണെങ്കിൽ ഒരു ബസ് ഹയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ തന്നെ ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു ബസ് ലക്ഷറി ബസ് മേടിച്ചു കൊടുക്കാം. കേരള നിയമസഭയിലെ MLA-മാരും തമിഴ്നാട്ടിലെ 1-2 പേരുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെ ഉള്ളത്, ത്രിപുരയിലോ മറ്റേ ബംഗാളിൽ ഒരാളെങ്ങാണ്ട് ജയിച്ചു.
ദാറ്റ്സ് ഓൾ. ഇത് ഇയാള് പക്ഷെ ഒരു എന്താ പറയണ ഈ വാർത്താ അവതാരകം മുട്ട, അയാളെ ആരും ഈസ് നോട്ട് വർത്ത് ടോക്കിംഗ് അബൌട്ട്.